ഭയങ്കര നഷ്ടമാണ് കമ്പനിക്ക്. അപ്പോൾ ഇവൻ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നഷ്ടം ആർക്കാണ്? കമ്പനിക്കാണ്. പ്രോഡക്റ്റും സർവീസും വിൽക്കുന്നതല്ല ബിസിനസ്, അൾട്ടിമേറ്റ്ലി ബിസിനസ്സിനെ വിൽക്കലാണ് ബിസിനസ്. ഈ 3 കാര്യങ്ങളും നമ്മൾ ഇൻജക്ഷൻ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ നമ്മളെ എംപ്ലോയി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതവരോട് ഒരു ഉള്ളിക്ക് ഇൻജക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലാണ് അവർ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. Green Lives Coaching and Training Solution. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സക്സസ് സ്റ്റോറി വേണം, നമുക്ക് പറയാൻ സക്സസ് സ്റ്റോറീസ് വേണം. സക്സസ് സ്റ്റോറീസ് ഇല്ലെങ്കിൽ എന്ത് വേണം? ഈ 3 കാര്യങ്ങളും നമ്മൾ ഇൻജക്ഷൻ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ നമ്മളെ എംപ്ലോയി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതവരോട് ഒരു ഉള്ളിക്ക് ഇൻജക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലാണ് അവർ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. അവർ നമ്മളെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ? നിങ്ങൾ ഒരു കൊല്ലം ഒരു സ്റ്റാഫിനെ വെച്ചു, പലപ്പോഴും നമ്മൾ ലാഭമായിട്ട് കാണും, പക്ഷെ അത് ഭയങ്കര നഷ്ടമാണ്. കാരണം ഒരു കൊല്ലം ഒരു സ്റ്റാഫിന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 20,000 രൂപ ശമ്പളം കൊടുക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 15,000 രൂപ ശമ്പളം കൊടുക്കാന്നുള്ളതാണ്. ഏകദേശം ഒരു 2 ലക്ഷം രൂപ എന്ത് ചെയ്യണം? ഇവർ ഒരു വർഷം കൊടുക്കണം. ഇത് പലപ്പോഴും ഒരു പണി പഠിക്കാനാവും കൊടുക്കുക. അപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും 0 എന്ന് തുടങ്ങണം. ഭയങ്കര നഷ്ടമാണ് കമ്പനിക്ക്. അപ്പോൾ ഇവൻ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നഷ്ടം ആർക്കാണ്? കമ്പനിക്കാണ്. പല അക്കൗണ്ടന്റുമാരും പണി പഠിച്ചിട്ട് ഒരു പോവും. പല അക്കൗണ്ടിങ് ചെയ്യുന്ന ആൾക്കാരും എന്ത് ചെയ്യും? പണി പഠിച്ചിട്ട് ഓരെന്ത് ചെയ്യും? പണി പഠിച്ചാൽ ഓരെന്ത് ചെയ്യും? ഗൾഫിക്ക് കയറും. പണി പഠിക്കാനാണ് നമ്മളെ കമ്പനിയിൽ നിൽക്കുന്നത്. ഇവർ അത്ര പൊട്ടന്മാരെന്നല്ല ന്യൂജാനെ. ഓരോ എന്താവും? നമ്മളെ ക്രാക്ക് ചെയ്യാനുള്ള ബുദ്ധി ഓരോരുത്തുണ്ടാവും. പ്രത്യേകിച്ച് MBA കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? എങ്ങനെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചോദിക്കുന്നവർക്ക് അറിയാം. കാരണം MBA ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാം. BBA കഴിഞ്ഞ ബിസിനസ് പഠിച്ച പിള്ളേരാണെങ്കിൽ അവർക്ക് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് എന്നുണ്ടാവും, കോളേജിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓൺട്രപ്രണർ ഇന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക, അപ്പോൾ നിങ്ങൾ ഇന്ന ആൻസർ കൊടുത്താൽ മതി. ഇത് പഠിച്ചിട്ട് അവർ വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൻസർ പോലെ തരും, കമ്പനിയിൽ കയറും, ഓരോ ആവശ്യം കഴിഞ്ഞിട്ട് ഓല് പോകും. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ നമുക്ക് ഇവർക്ക് കരിയർ ഗ്രോത്ത് പ്രോമിസ് ചെയ്യണമെങ്കിൽ, ഇവർക്ക് നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രോമിസ് ചെയ്യണമെങ്കിൽ, ഇവർക്ക് നമ്മളെ കൂടെ നിന്നാൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവണം നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കമ്പനിക്ക് ബിസിനസ് പ്ലാൻ ഉണ്ടാവണം. ഇത് പല ഓൺട്രപ്രണേഴ്സിനും ഇല്ല. ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു 3 ഇയർ പ്ലാൻ ഉണ്ടോ എന്നുള്ളത്. ഇത് പലപ്പോഴും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല നമ്മളെ ബിസിനസ്സിൽ, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നമ്മളെ സ്റ്റാഫിന് കോൺഫിഡൻസ് ഉണ്ടാവുക. ഇതാണ് രണ്ടാമത് വിജയിക്കുക എന്ന് പറഞ്ഞാൽ. മൂന്നാമത് അപ്പോൾ നമ്മൾ ടീം വിജയിച്ചു, പിന്നെ മൂന്നാമത് ആര് വിജയിക്കണം? ബിസിനസ് ഓണർ വിജയിക്കണം. ബിസിനസ് ഓണർ വിജയിക്കുക എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് വിജയിക്കണം. മാനേജ്മെൻറ്റ് എങ്ങനെ വിജയിക്കുക? ഓണർ എങ്ങനെ? ഇപ്പോൾ ഇരിക്കുന്ന മഹാപുരുഷൻ ഓണേഴ്സാണ്. ഓണേഴ്സിന് എന്താ വേണ്ടത്? ഒന്ന് പ്രോഫിറ്റ്, പിന്നെന്താ വേണ്ടത്? ഗ്രോത്ത്. എന്ത് ഗ്രോത്ത്? ഒന്ന് ടൈം ഫ്രീഡം വേണം. അല്ല, മിക്ക ഓൺട്രപ്രണേഴ്സിനും ടൈം ഫ്രീഡം ഇല്ല, സമയ സ്വാതന്ത്ര്യം ഇല്ല, സമയമില്ല. അവർ തന്നെയാണ് ചീഫും അവർ തന്നെയാണ് ചീപ്പും. മുതലാളി അയാളെന്നെ എല്ലാ പണിയെടുക്കുക. അപ്പോൾ അയാൾക്ക് എന്തില്ല? ടൈം ഫ്രീഡം ഇല്ല, പിന്നെ പ്രോഫിറ്റ് ഇല്ല, ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ല. പിന്നെ ഒന്നും കൂടി വേണം. അതെന്താ? ഒന്നും കൂടി വേണം. അതാണ് ഞാൻ നേരത്തെ ഊന്നിയ സംഭവം. അതാണ്. അല്ല, ഓണർക്ക് എന്ത് വേണം? ഓണർക്ക് ബിസിനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? ഒന്ന് ആൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം, 2 ടൈം ഫ്രീഡം വേണം. പിന്നെ എന്താ വേണ്ടത്? ഗ്രോത്ത് എന്നുള്ളത് എന്ത് ഗ്രോത്താണ്? ഫിനാൻഷ്യൽ ഗ്രോത്ത് ഞാൻ പറഞ്ഞു. ഫിനാൻഷ്യൽ ഗ്രോത്തും കിട്ടി, ടൈം ഫ്രീഡം കിട്ടി. വേറെ ഒന്നും കൂടി എന്താ വേണ്ടത്? പ്ലസ് കമ്പനി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന വലിയ ടേമാണ്. റെക്കഗ്നേഷൻ എന്നുള്ളത് ഇതുണ്ട്. പൈസയും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റെക്കഗ്നേഷൻ കിട്ടും കമ്പനി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ. അല്ല, ഇതിൽ പ്രധാനമായിട്ടും കിട്ടേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഗ്രോത്ത് ആണ്. ബ്രാൻഡ് ഗ്രോത്ത് വേണം. കാരണം ബ്രാൻഡാണ് നിങ്ങളുടെ അസറ്റ്. അതാണ് നിങ്ങൾ ശരിക്കും നേരത്തെ നിങ്ങൾ സംസാരിച്ച പോയിന്റിനോട് ഞാൻ കോൺട്രഡിക്ഷൻ പറയാനുള്ള കാരണം, ഇന്നത്തെ ബിസിനസ്സുകാർ ചെയ്യുന്നത് പ്രോഡക്റ്റും സർവീസും മാത്രമാണ് വിൽക്കുന്നത്. പ്രോഡക്റ്റും സർവീസും വിൽക്കുന്നതല്ല ബിസിനസ്, അൾട്ടിമേറ്റ്ലി ബിസിനസ്സിനെ വിൽക്കലാണ് ബിസിനസ്. ബിസിനസ് ഇറ്റ്സെൽഫ് ഒരു പ്രോഡക്റ്റായി മാറണം, അപ്പോഴേ ബിസിനസ്സിനെ വിൽക്കാൻ പറ്റുള്ളൂ. ബൈജ് വിൽക്കുന്നത് ബിസിനസ്സാണ്. അത് ലാഭമാണോ നഷ്ടമോ വേറെ കാര്യം. ബൈജ് വിൽക്കുന്നത് ബിസിനസ്സാണ്, അൾട്ടിമേറ്റ്ലി വിൽക്കുന്നത് ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിനെ വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബിസിനസ് ഒരു പ്രോഡക്റ്റായിട്ട് മാറണം. പ്രോഡക്റ്റേ വിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവേണ്ട പറഞ്ഞേ. ഇപ്പോൾ ഈ ഫോണ് നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് പാർട്സ് ആയിട്ട് തന്നതിന് വില കിട്ടൂല. ഇത് അസംബിൾ ചെയ്തൊരു പ്രോഡക്റ്റ് ആകുമ്പോൾ എന്തേ ഉള്ളൂ?
പിന്നെന്താ ഉള്ളത്, അതായത് HR-ഉം മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനൊക്കെ സിസ്റ്റം ആകുമ്പോഴാണ് അത് പ്രോഡക്റ്റ് ആവുക. ആ പ്രോഡക്റ്റിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രോഡക്റ്റ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. Greenlives Coaching and Training Solution.